ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ നാളത്തെ എക്സാം ആയിട്ടുള്ള മാത്സിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്ലോക്കുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. നിങ്ങൾക്ക് എക്സാമിന് മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്ലോക്കിലെ സമയം. ക്ലോക്ക് തന്നിട്ട് അതിലെ സമയം എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കിക്കേ, ചിത്രത്തിൽ നിങ്ങൾക്കൊരു ക്ലോക്ക് തന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്ന സമയം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ദ ടൈം ഷോൺ ബൈ ദി ക്ലോക്ക്. ക്ലോക്ക് കാണിക്കുന്ന സമയം ഏതാണെന്ന് എഴുതാനാണ്. ഹവേഴ്സ് എഴുതണം, മിനിറ്റ്സ് എഴുതണം, സെക്കൻഡ്സ് എഴുതണം. ഇവിടെ ഹവർ ഹാൻഡ് ഏത് നമ്പറിൻ്റെ നേരെയാണുള്ളത് നോക്കിക്കേ. ഹവർ ഹാൻഡ് എന്ന് പറയുന്നത് ചെറിയ കട്ടിയുള്ള സൂചിയാണ്. അത് 12 കഴിഞ്ഞിട്ടുമുണ്ട്, എങ്കിലോ 1 എത്തിയിട്ടുമില്ല. എങ്കിൽ നമ്മൾ പറയേണ്ടത് 12 നേരെയാണെന്നാണ്. സോ ഇവിടെ ഹവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 12 ഹവേഴ്സ് ആണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തത് മിനിറ്റ്സ് ആണ് എഴുതേണ്ടത്. മിനിറ്റ്സ് ഏതാണ്? മിനിറ്റ് ഹാൻഡ് ഏത് നമ്പറിൻ്റെ നേരെയാണുള്ളത്? 11 നേരെയാണുള്ളത്. പക്ഷേ നമ്മൾ ഒരിക്കലും മിനിറ്റ് 11 നല്ല പറയുക. 11 എന്ന് പറഞ്ഞാൽ മിനിറ്റ്സിൽ പറയുമ്പോൾ 55 ആണ്. സോ ഇവിടെ 55 മിനിറ്റ്സ് ആണ് സമയം. 1 എന്ന് പറഞ്ഞാൽ 5 ആണ്, 2 എന്ന് പറഞ്ഞാൽ 10, 3 15 ആണ്, 4 20 ആണ്, 5 25, 6 30 ആണ്, 7 35, 8 40 ആണ്, 9 45 ആണ്, 10 എന്നുള്ളത് 50 ആണ്, 11 55 ആണ്. അങ്ങനെയാണ് നമുക്ക് 11 എന്നുള്ളത് 55 ആണെന്ന് മനസ്സിലായത്. ഇനി ഇവിടെ നമ്മൾ എഴുതേണ്ടത് എത്ര സെക്കൻഡ്സ് ആണെന്നാണ്. ഇത് സെക്കൻഡ് ഹാൻഡ്. ഇവിടെ 9ൻ്റെ നേരെയാണല്ലോ സെക്കൻഡ് സൂചിയുള്ളത്. പക്ഷേ 9 സെക്കൻഡ് നല്ല പറയാ. 9 എന്ന് പറഞ്ഞാൽ 45 ആണ്. ഇവിടെ 45 സെക്കൻഡ് ആണ്. സോ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട് 12 ഹവറും 55 മിനിറ്റും 45 സെക്കൻഡുമാണ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു സമയം തന്നിട്ട് ക്ലോക്കിന്റെ ചിത്രം തന്നിട്ട് സമയം എഴുതാൻ പറയാവുന്നതാണ്. അടുത്തൊരു ചോദ്യമാണ് ടൈം ടേക്കൺ ഫോർ ദി സെക്കൻഡ് ഹാൻഡ് ടു മൂവ് ഫ്രം 9 to 12 in സെക്കൻഡ്സ്. അതായത് 9 നിന്ന് 12 എത്താൻ സെക്കൻഡ് സൂചി സെക്കൻഡ് ഹാൻഡ് എത്ര സമയമാണ് എടുക്കുന്നത്? സെക്കൻഡുകളിലാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഓരോ നമ്പറിൻ്റെ ഇടയിലും 5 സെക്കൻഡ്സുകളാണുള്ളത്. ഓക്കെ, അതായത് 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ 5 സെക്കൻഡ് ഉണ്ട്, 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ 5 സെക്കൻഡ് ഉണ്ട്. അങ്ങനെ ഓരോ സംഖ്യകൾക്കിടയിലും നമ്പറുകൾക്കിടയിലും 5 സെക്കൻഡുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 9 നിന്ന് 12 എത്താൻ എന്നാണ് ചോദിച്ചത്. സെക്കൻഡ് ഹാൻഡിന് 9 നിന്ന് 12 എത്താൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം ചാടണം? 9 നിന്ന് 10 ഒരു പ്രാവശ്യം, 10 നിന്ന് 11 രണ്ടാം പ്രാവശ്യം, 11 നിന്ന് 12 മൂന്നാം പ്രാവശ്യം. സെക്കൻഡ് സൂചിക്ക് 9 നിന്ന് 12 എത്താൻ 3 പ്രാവശ്യം ചാടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3 × 5 15 സെക്കൻഡുകളാണ്. മനസ്സിലായോ? 9 നിന്ന് 12 എത്താൻ സെക്കൻഡ് സൂചി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 15 സെക്കൻഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. സെക്കൻഡ് ഹാൻഡ് 3 നിന്ന് 2 എത്താൻ എത്ര സമയം എടുക്കുന്നു? എത്ര ടൈമാണ് എടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് 3 നിന്ന് 2 എത്താൻ? ഒരിക്കലും സെക്കൻഡ് ഹാൻഡ് പിന്നോട്ട് നീങ്ങില്ല. 3 നിന്ന് 2 അങ്ങനെ ബേക്കോട്ട് പോവില്ല. മുന്നോട്ട് കറങ്ങി ഫ്രണ്ടിലൂടെ അങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വേണം 2 എത്താൻ. അതായത് 3 നിന്ന് 4 പോയി, 4 നിന്ന് 5 പോയി, അങ്ങനെ കറങ്ങിയിട്ട് വേണം 2 എത്താൻ. സോ എത്ര സമയമാണ് എടുക്കുന്നത്? എത്ര ചാട്ടമുണ്ട്, എത്ര ചാട്ടം ചാടണം സെക്കൻഡ് ഹാൻഡ് 3 നിന്ന് 2 എത്താൻ നോക്കുക. അതേ ഗുണിക്കണം 5 ചെയ്താൽ മതിയല്ലോ. അതായത് 3 നിന്ന് 4 ഒരു പ്രാവശ്യം, 4 നിന്ന് 5 2, 6 3 പ്രാവശ്യം, 7 എത്തുമ്പോൾ 4 പ്രാവശ്യം, 8 എത്തുമ്പോൾ 5 പ്രാവശ്യം, 9 എത്തുമ്പോൾ 6 പ്രാവശ്യം, 10 7, 11 8, 12 9, 1 10, 2 11 പ്രാവശ്യമാണ് സെക്കൻഡ് ഹാൻഡ് ആടേണ്ടത്. അതുകൊണ്ട് 11 × 5 എത്രയാണ്? 55 ആണ്. സെക്കൻഡ് ഹാൻഡിന് 3 നിന്ന് 2 എത്താൻ 55 സെക്കൻഡ്സ് ആണ് എടുക്കുന്നത്. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കാം. ഏറ്റവും നീളം കൂടിയ മെലിഞ്ഞ സൂചി ഏതാണ്? ലോങ്ങസ്റ്റ് ആൻഡ് തിന്നസ്റ്റ് ഹാൻഡ്. അത് സെക്കൻഡ് ഹാൻഡ് ആണ് കേട്ടോ, ഓർത്ത് വെക്കുക, ചിലപ്പോൾ ചോദിച്ചേക്കാം.
അതുപോലെ ഏറ്റവും സ്പീഡിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് ഏതാണ്? അതും സെക്കൻഡ് ഹാൻഡ് തന്നെയാണ് കേട്ടോ. സോ വൺ വേർഡ് ആയിട്ട് ചിലപ്പോൾ 1 മാർക്കിന് ചോദിച്ചേക്കാം, മനസ്സിലാക്കി വെക്കുക. ഏറ്റവും സ്പീഡുള്ളതും ഏറ്റവും നീളമുള്ളതും മെലിഞ്ഞിട്ടുള്ളതും സെക്കൻഡ് ഹാൻഡ് തന്നെയാണ്. ഇനി ടൈം ടേക്കൺ ബൈ ദി ഹവർ ഹാൻഡ് ടു മേക്ക് 1 റൊട്ടേഷൻ. ഒരു റൊട്ടേഷന് വേണ്ടിയിട്ട് ഹവർ ഹാൻഡ് എടുക്കുന്ന സമയം എത്രയാണ്? ഹവർ ഹാൻഡിൻ്റെ ഒരു റൊട്ടേഷൻ, ഒരു കറക്കം എന്ന് പറയുന്നത് 12 നിന്ന് തുടങ്ങി തിരിച്ച് 12 എത്തുമ്പോഴല്ലേ? ഹവർ ഹാൻഡ് 12 നിന്ന് 1 എത്തുമ്പോൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. 2 എത്തുമ്പോൾ 2 മണിക്കൂർ, 3 എത്തുമ്പോൾ 3 മണിക്കൂർ, അങ്ങനെ കറങ്ങി വീണ്ടും തിരിച്ച് 12 എത്തുമ്പോൾ 12 മണിക്കൂറാവും. സോ 1 റൊട്ടേഷന് ഹവർ ഹാൻഡ് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 12 ഹവർ ആണ്. ഓക്കെ. വാട്ട് അബൌട്ട് ദി മിനിറ്റ് ഹാൻഡ്? അങ്ങനെയാണെങ്കിൽ മിനിറ്റ് ഹാൻഡോ? മിനിറ്റ് ഹാൻഡും 1 റൊട്ടേഷൻ എന്ന് പറയുന്നത് 12 നിന്ന് തുടങ്ങി തിരിച്ച് 12 എത്തുമ്പോഴാണല്ലോ. പക്ഷേ മിനിറ്റ് ഹാൻഡ് 12 നിന്ന് 1 എത്താൻ 5 മിനിറ്റാണ് എടുക്കുന്നത്. 1 നിന്ന് 2 എത്താൻ 10 മിനിറ്റ്. അങ്ങനെ കറങ്ങി ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. നമുക്കറിയാം 60 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 മണിക്കൂറാണ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിന് തുല്യമല്ലേ? സോ മിനിറ്റ് ഹാൻഡ് ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം 1 ഹവർ എന്ന് പറയാം. ഇനി സെക്കൻഡ് ഹാൻഡ് എത്ര സമയം എടുക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഹാൻഡും ഇതുപോലെ 12 നിന്നും തുടങ്ങി തിരിച്ച് 12 എത്തുമ്പോഴാണ് ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത്. പക്ഷേ സെക്കൻഡ് ഹാൻഡ് 12 നിന്ന് 1 എത്താൻ 5 സെക്കൻഡാണ്, 2 10 സെക്കൻഡ്, അങ്ങനെ കറങ്ങി കംപ്ലീറ്റ് ആകുമ്പോൾ 60 സെക്കൻഡുകളാണ് എടുക്കുന്നത്. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നത് 60 സെക്കൻഡാണ്. നമുക്കറിയാം 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? 1 മിനിറ്റ്സിന് തുല്യമാണ്. നമുക്ക് എങ്ങനെയും പറയാം സെക്കൻഡ് ഹാൻഡ് ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കൺഫ്യൂഷൻ ആയി പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഹവർ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ്. 1 മിനിറ്റ്സ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സിനും ഈക്വൽ ആണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.